ഒക്ടോബർ 2 വ്യാഴാഴ്ച. മത്തായി 18:1-5 വരെയും 10 വാക്യങ്ങൾ. ഇന്ന് നമ്മുടെ കാവൽ മാലാഖമാരെ നാം ബഹുമാനിക്കുന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള നിധികളും സഹായികളുമാണ് അവർ. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സേവിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് കാവൽ മാലാഖമാരെ സൃഷ്ടിച്ചതെന്ന് പരമ്പരാഗതമായി പറയപ്പെടുന്നു. അതെ, മാലാഖമാരെ ഉപയോഗിക്കാതെ തന്നെ ദൈവത്തിന് നമ്മെ നേരിട്ട് പരിപാലിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല. തൻ്റെ കൃപയുടെയും കരുതലിൻ്റെയും മധ്യസ്ഥരായി മാലാഖമാരെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചു. സഭയുടെ ആരംഭം മുതൽ തന്നെ ഓരോ മനുഷ്യൻ്റെയും ശാരീരികവും ആത്മീയവുമായ ക്ഷേമം സംരക്ഷിക്കാൻ ഒരു വ്യക്തിഗത മാലാഖയെ നൽകിയിട്ടുണ്ടെന്ന് സഭ വിശ്വസിക്കുന്നു. ഈ ദാനം ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ അവസ്ഥയെ ആശ്രയിച്ചല്ല, അവർ കൃപയുടെ അവസ്ഥയിലാണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചുമല്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞനും ബിഷപ്പുമായ സെയിൻറ്റ് ബേസിൽ പറഞ്ഞു, ഓരോ വിശ്വാസിയുടെയും അരികിൽ ഒരു ദൂതൻ സംരക്ഷകനും ഇടയനുമായി നിലകൊള്ളുന്നു. നമ്മെ കാവൽ ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ആത്മാക്കളാണ് ഈ കാവൽ മാലാഖമാർ. അവരെക്കുറിച്ചുള്ള അവിശ്വസനീയമായ കാര്യം, നിങ്ങളും ഞാനും പരസ്പരം അടുത്തറിയുന്നത് പോലെ അവർ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നതാണ്. ഇപ്പോഴും എല്ലാ നിമിഷവും അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അവന് പ്രസാദകരമായത് മാത്രമേ മാലാഖമാർ നമുക്ക് വേണ്ടി ചെയ്യുകയുള്ളൂ. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിൽ ഈ കാവൽ മാലാഖമാർ നമ്മോടൊപ്പം നിരന്തരം കൂട്ടാളികളാണ്. നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ തികഞ്ഞ സ്നേഹത്തോടെ പരിപാലിക്കുന്നു എന്ന് പറയുന്നത് ന്യായമാണ്. അവർ നമ്മെ അറിയുന്നു, നമ്മെ പരിപാലിക്കുന്നു, നാം വിശുദ്ധരാകണമെന്ന് ആഴമായി ആഗ്രഹിക്കുന്നു. അവരുടെ പ്രാഥമിക ലക്ഷ്യം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് നമ്മെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് അവർ ഇത് നിർവഹിക്കുന്നത്? ദൈവകൃപ നമ്മോടുള്ള മധ്യസ്ഥതയിലൂടെയാണ് അവർ ഇത് ചെയ്യുന്നത്. ദൂതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്നവൻ എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടവും മനസ്സും നമ്മോട് അറിയിക്കുന്നതിൽ നമ്മുടെ മാലാഖമാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവർ നമ്മോട് പറയുന്നു. ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ തിന്മയ്ക്കെതിരെ പോരാടാനും നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കാനും ദൈവത്തിൽ നിന്ന് കൃപ കൊണ്ടുവരുന്നതിനും അവർ നമ്മുടെ സംരക്ഷകരാണ്. ഇന്ന് നിങ്ങളുടെ ദൂതനോടൊന്ന് സംസാരിക്കുക. ആ ദൂതൻ്റെ മധ്യസ്ഥതയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങൾക്കറിയാൻ ഈ വിശുദ്ധ ദൂതനെ അനുവദിക്കുക. കാവൽ മാലാഖമാർ ഭൂമിയിൽ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, നമ്മൾ അവരോടൊപ്പം സ്വർഗത്തിലും ചെന്നു ചേരും. ഇന്നത്തെ സുവിശേഷ വാർത്ത യേശു നമ്മോട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരാളെ നിന്ദിക്കരുത്, കാരണം സ്വർഗത്തിലുള്ള അവരുടെ ദൂതന്മാർ എപ്പോഴും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കുഞ്ഞിന് ദോഷം വരുത്തുന്ന
ആർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കാവൽമാരാക ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഉറപ്പായ രീതിയിൽ ഇടപെടണമെന്ന് എൻ്റെ കാവൽമാലാഖിയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട എൻ്റെ കാവൽമാലാഖിയെ, ദൈവം സ്നേഹിക്കുന്നതിനെ എന്നെ എപ്പോഴും എൻ്റെ അടുത്തായിരിക്കുക, വെളിച്ചത്തിനും കാവലിനും ഭരിക്കാനും നയിക്കാനും എന്നോടൊപ്പം എൻ്റെ അരികിലായിരിക്കുക. ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.